ഇത് കുറ്റിപ്പുറത്തുള്ള മുഹമ്മദ് ജാസിൽ എന്നറിയപ്പെടുന്ന ഇവനിക്കുള്ള വീഡിയോ ആണിത്. എന്തൊക്കെ തരം സൂക്കേടാണെന്ന് നോക്കണേ. ഇവന് ആണായിട്ട് ജനിച്ച ഇവൻ 5 മാസം ഗർഭിണിയാണെന്ന് പറയുന്നു, ഛർദിക്കുന്നു. ഇപ്പൊ കുറെ ആയിട്ട് വയറ്റിനകത്ത് എന്തോ തലേണയും കെട്ടിവെച്ചോണ്ടാണ് നടക്കുന്നത് ഗർഭിണിയാണെന്ന് കാണിക്കാൻ. ഇവനിക്ക് എന്തിന്റെ അസുഖമാണെന്ന് മനസ്സിലാവുന്നില്ല എത്ര ആലോചിച്ചിട്ടു. അത് മാത്രമല്ല, ഇവൻ നയൻതാരയുടെ കാര്യം എന്തോ പറഞ്ഞായിരുന്നു, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നയൻതാര മാം 2 കുട്ടികളുണ്ട്. നയൻതാര പ്രസവിച്ച കുട്ടിയാണോ, അല്ലെങ്കിൽ നയൻതാര പ്രസവ വേദന അനുഭവിച്ചോ? ഇല്ലല്ലോ. അവര് സരോഗ്രസി വഴിയാണ് കുട്ടിയുണ്ടത്. അപ്പൊ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും. എടാ ജാസി, നയൻതാര ഒരു പെണ്ണാണ്. നയൻതാരയുടെ ഭർത്താവ് വിഘ്നേഷ് ശിവൻ ഒരു ആണുമാണ്. അവർക്ക് കുട്ടികളുണ്ടായ രീതി ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരുപാട് പേര് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതും നീയും തമ്മിൽ എന്താണ് ബന്ധം? നയൻതാര എന്ന് പറയുന്ന സ്ത്രീക്കും വിഘ്നേഷ് ശിവൻ എന്ന് പറയുന്ന പുരുഷനും കുട്ടികൾ ഉണ്ടായതുപോലെ ജാസി എന്ന ആണിനും ആശി എന്ന ആണിനും കുട്ടികൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. കുറെ ദിവസമായിട്ട് ഇവൻ സ്ത്രീയെയും ഗർഭത്തെയും വെച്ച് കളിക്കുന്നു. ഇവനെ ഏതെങ്കിലും ഒരു ദിവസം കൊണ്ടുപോയിട്ട് പ്രസവ വാർഡിന്റെ ഉള്ളിൽ കൊണ്ടുപോയി നിർത്തണം. എന്നിട്ട് പ്രസവം എന്താണെന്നും അതിന്റെ വേദന എത്രത്തോളമാണെന്നും ഇവനിക്ക് കാണിച്ചു കൊടുക്കണം. അതോടെ തീരും അവന്റെ മുഴുവൻ അസുഖവും. ജാസി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ എത്രയൊക്കെ ഒരുങ്ങിക്കെട്ടി സാരിയും എടുത്ത് പെൺവേഷം കെട്ടി നടന്നാലും നീ പെണ്ണാവില്ല. ഇവനെയൊക്കെ വിളിച്ചുകൊണ്ടുപോയി അവാർഡ് കൊടുക്കുകയും പൊന്നാട് അണിയിക്കുകയും ചെയ്യുന്ന ഊളകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവനൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഇവനെയൊക്കെ കൊണ്ടുപോയി നീയൊക്കെ ആദരിക്കുന്നത്? സമൂഹത്തിൽ ഒരു വിലയുമില്ലാത്ത, കുടുംബത്തിന് പോലും വേണ്ടാത്ത ഇവനെയൊക്കെ കൊണ്ടുപോയി ആദരിച്ച് അവാർഡ് കൊടുക്കുന്ന നിനക്കൊക്കെ എന്ത് നേട്ടമാണ് കിട്ടുന്നത്? മാന്യമായിട്ട് ജീവിക്കുന്ന ബാക്കിയുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് വരെ ഇവൻ നാണക്കേടാണ്. സത്യം പറഞ്ഞാൽ ഇവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് ആ കമ്മ്യൂണിറ്റിക്ക് ഇത്ര വെറുപ്പ് കിട്ടിയത്. ഇത്രയും പറയാനുള്ള പ്രധാന കാരണം കുറച്ചു ദിവസമായിട്ടുള്ള ഇവന്റെ ഗർഭത്തെ മോശമാക്കി കാണിക്കുന്ന വീഡിയോ കണ്ടതുകൊണ്ടാണ്. ഇവനെയൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ പുച്ഛം മാത്രം. നല്ലവരായ മാന്യമായി ജീവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ക്ഷമിക്കണം. നിങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ ഈ വീഡിയോ.